ഹായ് എവ്രി വൺ. +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ചാപ്റ്റർ നമ്പർ 11 ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഏകദേശം എല്ലാ പരീക്ഷകളിലും 5 മാർക്ക് മുതൽ ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് പോയിന്റിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Mobile communication services is the first topic. Mobile communication services. എന്തൊക്കെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് അല്ലെങ്കിൽ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് ഷോർട്ട് മെസ്സേജ് സർവീസ്, SMS. ഷോർട്ട് മെസ്സേജ് സർവീസ്. Then multimedia messaging service, MMS. Global positioning system, GPS, and smart cards. These all are the mobile communication services: SMS, MMS, GPS, and smart cards. Okay, let us examine each and every one. What are the things here? First one, SMS, short messaging service എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. SMS is a text messaging service that allows exchanging short text messages containing up to 160 characters. We can easily send text messages from one location to another location containing up to 160 characters. 160 characters വരെ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സേവനമാണ് SMS എന്ന് പറയുന്നത്. When a message is sent, it reaches a short message service center, which provides store and forward mechanism. നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഏത് സെർവറിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. It reaches a short message service center, which provides store and forward mechanism. നമ്മൾ അയച്ച സന്ദേശങ്ങളൊക്കെ എവിടേക്കാണോ എത്തേണ്ടത് അത് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് SMSCയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SMS മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് യൂസിങ് ദ പ്രോട്ടോകോൾ സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7. SS7 is the protocol used here. SMS സന്ദേശങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിനെ വിളിക്കുന്ന പേരാണ് SS7, സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7. സോ SMS എന്ന ഈ ഒരു സർവീസിലൂടെ നമ്മൾ കൃത്യമായിട്ട് ഓരോ പോയിന്റ്സും മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 160 ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾക്ക് ഒരു ലൊക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും ലോകത്തെ എവിടെയുള്ള ആൾക്കാർക്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സേവനമാണ് SMS അല്ലെങ്കിൽ ഷോർട്ട് മെസ്സേജിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തെ SMS സന്ദേശം എന്ന് പറയുന്നത് the first SMS message was sent on 3rd December 1992 from a personal computer to a cellular phone on the Vodafone GSM. ആദ്യമായിട്ട് UK-യിൽ നിന്നാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും, അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈൽ ഫോണിലേക്ക് അയച്ച ലോകത്തെ ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത് മെറി ക്രിസ്മസ് എന്നുള്ളതാണ്. മെറി ക്രിസ്മസ് ഈസ് ദ ഫസ്റ്റ് SMS. ഇത്രയുമാണ് SMS എന്ന് പറയുന്ന സർവീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ദെൻ സെക്കൻഡ് വൺ MMS, ദാറ്റ് ഈസ് മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. MMS is a standard way to send and receive messages that consists of multimedia contents. Okay, MMS, we can send using MMS, we can send multimedia contents. See, what are the multimedia contents? എന്തൊക്കെയാണ് ഈ മൾട്ടിമീഡിയ കണ്ടന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Multimedia contents, that is such as text, audio, video, clips, animation, graphics, etc. ഇതൊക്കെ നമ്മൾക്ക് SMS-നെ അപേക്ഷിച്ചിട്ട് ഇവിടെ ടെക്സ്റ്റ് മാത്രമല്ല, അതിനെ കൂടാതെ ഗ്രാഫിക്സ്, വീഡിയോ, ഇമേജ് ഇതൊക്കെ അയക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. MMS does not specify a maximum size for a multimedia message. Unlike SMS, there is no limitations. We can send the characters using SMS only up to 160 characters. But here there is no
limitations. MMS supports contents such as text, graphics, music, video clips and more. MMS ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ടെക്സ്റ്റും ഗ്രാഫിക്സ് മ്യൂസിക് വീഡിയോ ക്ലിപ്സ് ഇതൊക്കെ നമ്മൾക്ക് അയക്കാവുന്നതാണ്. SMS-നേക്കാളും ഒരു പിടി മുമ്പിലാണ് MMS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇത്രയാണ് MMS എന്ന സർവീസിലൂടെ നമ്മൾക്ക് പഠിക്കാനുള്ളത്. Then third one, that is GPS, Global Positioning System is the third service. വളരെ പ്രധാനപ്പെട്ട ഒരു സേവനാണ് GPS എന്ന് പറയുന്നത്. നമുക്കറിയാം GPS-ന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, GPS-ന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓക്കെ, GPS is a satellite-based navigation system that is used to locate a geographical position anywhere on Earth using its longitude and latitude. GPS എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ്. GPS എന്ന സേവനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ലോകത്ത് എവിടെയാണെങ്കിലും GPS ഘടിപ്പിച്ചിട്ടുള്ള ചിപ്പ് ഉണ്ടെങ്കിൽ, ഈവൻ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും മൊബൈൽ ഫോൺ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ GPS-ലൂടെ നമുക്കത് കണ്ടെത്താം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ എവിടെ ദീർഘദൂര യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ പോലും ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ എവിടെയാണോ നമ്മൾക്ക് സന്ദർശിക്കേണ്ട സ്ഥലം എന്നുള്ളതൊക്കെ GPS-ലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരു മോഷണം മുത്തൂറ്റ് ഫിനാൻസിൽ നടന്നത്. എല്ലാവർക്കും അറിയാം, ബാങ്കിൽ നിന്നും മോഷണം പോയി, സ്വർണമാണ് മോഷണം പോയത്. അപ്പൊ സ്വർണമടങ്ങിയ ബാഗ് മോഷ്ടാക്കൾ കടത്തിയെങ്കിൽ പോലും വൈകാതെ തന്നെ മോഷ്ടാക്കളെ പിടികൂടാൻ വേണ്ടി സാധിച്ചു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ സ്വർണമടങ്ങിയ ബാഗിൽ ഘടിപ്പിച്ചിട്ടുള്ള GPS ചിപ്പാണ് അവരുടെ സിഗ്നൽ, അവരെവിടെയൊക്കെയാണ് യാത്ര ചെയ്തത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ അവരെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സാറ്റലൈറ്റ്സ് ട്രാൻസ്മിറ്റ് റേഡിയോ സിഗ്നൽസ് that contain their exact location, time and other information. Correct location, longitude and latitude features ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഭൂമിയിൽ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാൻ അതിന്റെ സിഗ്നൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ആണ് ഇതിന്റെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത. GPS is used for vehicle fleet tracking by transporting companies to track the movement of their trucks. വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ കമ്പനിയിൽ നിന്നും പുറപ്പെടുന്ന സാധനങ്ങൾ ട്രക്കിലായിരിക്കും സാധാരണ അവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക. അതെവിടെയൊക്കെ എത്തി എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് GPS സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട്. അതേപോലെ നമ്മളൊരു ഓൺലൈൻ സാധനം വാങ്ങിച്ചാൽ തന്നെ നമ്മൾക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എവിടെ എത്തി എന്നുള്ളത്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയും GPS-ന്റെ ഉപയോഗത്തോടു കൂടിയാണ്, GPS-ന്റെ വരവോട് കൂടിയാണ് ഇതൊക്കെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ അനുഭവിക്കാൻ പറ്റിയത്. സോ GPS is used for vehicle fleet tracking by transporting companies to track the movement of their trucks. GPS is also used in oil exploration, farming, atmospheric studies, etc. Okay, these are the application areas of GPS. GPS വളരെ പ്രധാനപ്പെട്ട ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സേവനമാണ്. And last one, smart cards. Smart card is the last service. See, a smart card is a plastic card embedded with a computer chip or memory that stores and transacts data. എന്താണ് ഇവിടെ സ്മാർട്ട് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെറിയൊരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ചെറിയൊരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കാർഡാണ്. Then embedded with a computer chip or memory that stores and transacts data. അതിനകത്ത് ഡാറ്റ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാർഡിനെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്മാർട്ട് കാർഡിന്റെ അഡ്വാൻറ്റേജസ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്മാർട്ട് കാർഡ്? ഇറ്റ് ഈസ് സെക്യൂർ, ഡാറ്റ ഈസ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, it is protected from hackers. Then intelligent, it can store and process data ഇതിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. Then convenient, it is easy to carry, എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഇത് കൊണ്ടുപോകാം. അത്രത്തോളം ചെറിയൊരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാർഡാണ് സ്മാർട്ട് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്മാർട്ട് കാർഡിന് നമ്മൾക്ക് എക്സാമ്പിൾ ആയിട്ട് സിം, നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ATM കാർഡ്, ദെൻ ഫ്യൂവൽ കാർഡ്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾക്ക് പറയാൻ പറ്റും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ സ്മാർട്ട് കാർഡ് ഗണത്തിൽ പെടുത്താവുന്നതാണ്. സോ സ്മാർട്ട് കാർഡ് ഈസ് ദ സർവീസ് ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. SMS, MMS, GPS ആൻഡ് സ്മാർട്ട് കാർഡ്സ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ എ മൊബൈൽ ഡിവൈസ്. മൊബൈൽ ഡിവൈസിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ മൊബൈൽ OS എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ എ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്. ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ തന്നെയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, a mobile OS manages the hardware, multimedia functions, internet connectivity, etc. in a mobile device. മൊബൈൽ ഡിവൈസസിനുള്ള എല്ലാ ഏകദേശ കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ OS ആണ് ഉപയോഗിക്കുന്നത്. It is the software platform on which other programs called application programs. ഇതിനകത്ത് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? Popular mobile operating systems are Android from Google, then iOS from Apple, BlackBerry OS from BlackBerry, and Windows Phone from Microsoft. See, these are the popularly used or using mobile operating systems. Okay, Android, Apple iOS, then BlackBerry, then Windows. ഓക്കെ, ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. നമുക്കറിയാം, ഏകദേശം സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ് ആൻഡ്രോയിഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ? ആൻഡ്രോയിഡ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം designed mainly for touch screen mobile devices such as smartphones and tablet computers. See, ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻഡ് മെയിൻലി ഫോർ ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസ്. ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്ഡ് ബൈ ആൻഡി റൂബിൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ഇൻ 2005 ഗൂഗിൾ അക്വയർഡ് ആൻഡ്രോയിഡ് കമ്പനി. ആൻഡി റൂബിൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ്. ഗൂഗിൾ ആണത് അതിന്റെ ആൻഡ്രോയിഡ് കമ്പനി 2005 ഗൂഗിൾ കമ്പനി ആൻഡ്രോയിഡ് വാങ്ങിച്ചു. സോ ആൻഡ്രോയിഡ് ഡെവലപ്ഡ് ബൈ ആൻഡി റൂബിൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. Google acquired Android in 2005. An application framework for developers to build applications using the Android software development kit is available in Android. Application പ്രോഗ്രാമുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിറ്റാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഫോർ ഡെവലപ്പേഴ്സ് ടു ബിൽഡ് ആപ്ലിക്കേഷൻസ് യൂസിങ് ദ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The Open Handset Alliance, the consortium of several companies which include Google, HTC, Intel, Motorola, etc. was established with a goal to develop open standards for mobile phone. Mobile ഫോണുകളിലേക്ക് ഓപ്പൺ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അലയൻസ് ആണ് ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് കേർണൽ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ദ ആൻഡ്രോയിഡ് OS കൺസിസ്റ്റ് ഓഫ് എ കേർണൽ ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ. ഓക്കെ, ഇറ്റ് ഈസ് ആസ് എ പവർഫുൾ മെമ്മറി ആൻഡ് പ്രോസസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്തൊക്കെയാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന വേർഷൻസ് എന്നത് വളരെ പ്രാധാന്യമേറിയതാണ്. വേർഷൻ 1.5 മുതൽ 4.40 വരെ നമ്മൾക്ക് സിലബസിൽ ഓരോ വേർഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദ ഫസ്റ്റ് വേർഷൻ ദാറ്റ് ഈസ് 1.5 കപ്പ് കേക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻഡ്രോയിഡ് കമ്പനി അവരുടെ വേർഷൻസിനൊക്കെ നൽകിയിരുന്ന പേരുകൾ ചോക്ലേറ്റിന്റെ പേരുകളായിരുന്നു അവരുടെ കോഡ് നെയിമായിട്ട് അല്ലെങ്കിൽ വേർഷൻ നെയിമായിട്ട് നൽകിയിരുന്നത്. 1.5 എന്ന് പറയുന്നത് കപ്പ് കേക്ക് ആണ്, 1.6 ഡോണറ്റ്, 2.0 എക്ലെയർ, 2.2 ഫ്രോയോ, 2.3 ജിഞ്ചർ ബ്രെഡ്, 3.1 ഹണികോം, 4.0.3 ഐസ് ക്രീം സാൻഡ്വിച്ച്, then 4.1 jelly bean, and last one 4.4 കിറ്റ് കാറ്റ്. ഇതൊക്കെയാണ് ആൻഡ്രോയിഡ് വേർഷൻസ്. 4.4 കഴിഞ്ഞിട്ട് ഒരുപാട് വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. 9.1, 9.0, 10 ഇതൊക്കെയാണ് കറന്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ്രോയിഡിന്റെ വേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളത്. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ ക്രൈംസ് ആണ്. സൈബർ ക്രൈംസ്, ഓക്കെ, ഫോക്കസ് പോയിന്റിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടേം ആണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ സൈബർ ക്രൈംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, സാധാരണ നിലയിലുള്ള കുറ്റകൃത്യങ്ങളല്ല, കമ്പ്യൂട്ടറും അനുബന്ധ ഡിവൈസസും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. സാധാരണ മോഷ്ടാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് കത്തിയും വാളും പാരയും ഒക്കെ ആയിരിക്കും, നമുക്കറിയാം. ഓക്കെ, അതിന് പകരമായിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സോ എക്സ്പേർട്ടോ ആയിരിക്കും സൈബർ ക്രൈംസിന് പിന്നിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്താണ് സൈബർ ക്രൈംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Cybercrime is defined as a criminal activity in which computers or computer networks are used as a tool. ഇപ്പോൾ സൈബർ ക്രൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിമിനൽ ആക്ടിവിറ്റി. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, കുറ്റകൃത്യമാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കും കമ്പ്യൂട്ടർ ഡിവൈസ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഒക്കെയാണ്. ടാർഗറ്റ് ഓർ എ പ്ലേസ് ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റി. അപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്താൻ വേണ്ടി അവർ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുക. The victims of cybercrime lose money, reputation and face mental trauma. ഇതിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാർക്ക്, സൈബർ ക്രൈമിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക നിലയായിരിക്കാം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ, അഭിമാന പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള മെന്റൽ ട്രോമ എന്ന് പറയുന്നത് അവരുടെ പണം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാം, അവരുടെ പ്രതാപം, ദെൻ അവർക്ക് ഉള്ള സമൂഹത്തിലുള്ള അംഗീകാരം, ഇതൊക്കെ സൈബർ ക്രൈംസിന് ഇരയാക്കപ്പെട്ട ആൾക്കാർക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്? ഏതൊക്കെ തരത്തിലാണ് സൈബർ ക്രൈംസ് ഉള്ളത്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സൈബർ ക്രൈംസ് ആണ്. സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്, സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആൻഡ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. അപ്പൊ നമ്മൾക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ആണ്. സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. 5 തരത്തിലുള്ള സൈബർ ക്രൈംസ് ആണ് വ്യക്തികൾക്ക് നേരെ ഉള്ള സൈബർ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തേത് ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, impersonation and cheating, violation of privacy, dissemination of obscene material. These all are the
സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്. ഇതിൽ ആദ്യത്തേതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ഐഡന്റിറ്റി മോഷ്ടിച്ചെടുക്കുക. ഐഡന്റിറ്റി തെഫ്റ്റ് occurs when someone uses another person's identifying information like their name, credit card number, etc. without their permission to commit fraud or fraud activity or other crimes. Okay, this is what is called identity theft. Identity theft occurs when someone uses another person's identifying information. ഒരാളെ തിരിച്ചറിയാനുള്ള ഐഡന്റിഫൈയിങ് ഇൻഫർമേഷൻ ആണ് അവർ മോഷ്ടിച്ചെടുക്കുക. ഒരു പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ആയിരിക്കും മോഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിം, നമ്മുടെ പാസ്വേഡ്സ്, ഇതൊക്കെ മോഷ്ടിച്ചെടുക്കുക. ഫ്രോഡ് ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് പൈസ വിഡ്രോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരം ക്രൈം ആണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ട്രാൻസ്ഫറിംഗ് മണി ഫ്രം ദ വിക്ടിംസ് ബാങ്ക് അക്കൗണ്ട്, പേയ്മെന്റ്സ് ഫോർ പർച്ചേസസ്, ഡിഫെയിമിംഗ് ദ പേഴ്സൺ ത്രൂ സോഷ്യൽ മീഡിയ. ഇതുപോലെ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് തട്ടിയെടുത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെയുള്ള തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സൈബർ ക്രൈം ആണ് ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. ഹറാസ്മെന്റ് എന്താണ് ഇവിടെ ഹറാസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോസ്റ്റിംഗ് ഹ്യൂമിലിയേറ്റിംഗ് കമന്റ്സ് ഫോക്കസിംഗ് ഓൺ ജെൻഡർ, റേസ്, റിലീജിയൻ, നാഷണാലിറ്റി അറ്റ് സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് in chat rooms, social media, email, etc. is harassment. ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ് ഹറാസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റിംഗ് ഹ്യൂമിലിയേറ്റിംഗ് കമന്റ്സ് ഫോക്കസിംഗ് ഓൺ ജെൻഡർ, ഒരാളുടെ മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, ദേശത്തിന്റെ പേര് പറഞ്ഞ് ഒരാളെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ഇടുന്നതിനെയാണ്, അല്ലെങ്കിൽ അവർ ചാറ്റ് റൂമിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയോ ഇമെയിലിലൂടെയോ ഒരാൾക്ക് നേരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള കമന്റ്സ് ഇടുന്നതിനെയാണ് ഹരാസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ യൂസ് ഓഫ് വൾഗർ ഓർ ഇൻഡീസെന്റ് ലാംഗ്വേജ് ത്രെറ്റനിങ് എനി ഇല്ലീഗൽ ഓർ ഇമ്മോറൽ ആക്ട് ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കൺസിഡേർഡ് ആസ് ഹറാസ്മെന്റ്. കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ നെറ്റ്വർക്കോ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡീസെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, പ്രധാനമായിട്ടും സെലിബ്രിറ്റികൾക്ക് നേരെയാണ് സാധാരണഗതിയിൽ ഹറാസ്മെന്റ് നടത്താറുള്ളത്. അവരെന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രശസ്ത ആയിട്ടുള്ള നടിമാരോ നടന്മാരോ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോയ്ക്ക് താഴെ ഇൻഡീസെന്റ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ വൾഗർ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട്, ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമന്റ്സ് പോസ്റ്റ് ചെയ്യുക. ഇതിനെയൊക്കെയാണ് ഹറാസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ക്രിമിനൽ കുറ്റകൃത്യമാണ് ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. See, the use of the internet to harass someone is called cyber stalking. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടേം ആണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഒരാളെ ഹറാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സൈബർ സ്റ്റാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So second criminal activity or cyber crime, that is harassment. And third one, മൂന്നാമത്തെ തരം സൈബർ ക്രൈം ആണ് ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഇംപേഴ്സണേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാള് വേറൊരാളായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുക, അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തുക. ഇതിനെയൊക്കെ നമ്മൾക്ക് ഇംപേഴ്സണേഷൻ ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് ഈസ് ദ തേർഡ് cyber crime. Impersonation is an act of pretending to be another person for the purpose of harming the victim. There are people who utilize the anonymity of the internet to commit impersonation online. ഓൺലൈനിലൂടെ നമ്മൾ ആരാണോ ഈ
തരത്തിലുള്ള സൈബർ ക്രൈംസ് നടത്തുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടാത്തത് കൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ ഇതുപോലെയുള്ള നിരവധി ചീറ്റിങ്ങുകളാണ് നമ്മൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് തന്നെ കാണാൻ സാധിച്ചത്. വളരെയധികം ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്ന തരത്തിലുള്ള ഒരു സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് ആണ്. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ഒരുപാട് ഇമെയിലുകൾ, SMS-കൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കൺഗ്രാജുലേഷൻസ്, യു ഗോട്ട് 10 lakh rupees, അല്ലെങ്കിൽ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് iPhone 12, ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഒരുപാട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാകും. iPhone ആണ് നമ്മൾക്ക് സമ്മാനമായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ 10 lakh rupees ആണ് നമ്മൾക്ക് സമ്മാന തുക എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരിക്കും അതിലുണ്ടാവുക. നമ്മൾക്ക് ആ തുക കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ട്രാപ്പിൽ അകപ്പെടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും. അതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ കൂടി വിഡ്രോ ചെയ്ത് പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സൈബർ ക്രൈം ആണ് ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. Okay, they demand money before the delivery of the item and never carry out their order. ഇതുപോലെ നമ്മളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം ഒരുപക്ഷെ മെസ്സേജ് അയക്കുന്നത്, ഒരുപക്ഷെ സെന്റിമെന്റൽ മെസ്സേജ് ആയിരിക്കാം അയക്കുന്നത്. ഒരാൾക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ചീറ്റിംഗ് ആക്കിക്കൊണ്ട് നിരവധി മെസ്സേജുകളാണ് നമ്മൾക്ക് നിരന്തരം കിട്ടാറുള്ളത്. ഇതൊക്കെ ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് ഗണത്തിൽ വരുന്ന സൈബർ ക്രൈം ആണ്. ആൻഡ് ഫോർത്ത് വൺ, വയലേഷൻ ഓഫ് പ്രൈവസി. എന്താണ് ഇവിടെ വയലേഷൻ ഓഫ് പ്രൈവസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ട് നുഴഞ്ഞു കയറുന്നതിനെയാണ്, അതിക്രമിച്ച് കയറുന്നതിനെയാണ് വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ഓക്കെ, വയലേഷൻ ഓഫ് പ്രൈവസി is the intrusion into the personal life of another without a valid reason. യാതൊരു കാരണവും ഇല്ലാതെ ഒരാളുടെ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഇടപെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നും ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഹിഡൻ ക്യാമറ എന്ന് പറയുന്നത്, ഒളി ക്യാമറ. സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ, വാഷിംഗ് റൂമിലും ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഒളി ക്യാമറ പതിപ്പിച്ചിട്ട അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒളി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസോ വീഡിയോസോ എടുത്ത് പ്രചരിപ്പിക്കുക, ഇതൊക്കെ ഒരു തരം സൈബർ കുറ്റകൃത്യമാണ്. ഇത് കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് private information like personal data, photography, workplace monitoring, videos, etc. ഇതൊക്കെ വയലേഷൻ ഓഫ് പ്രൈവസി എന്ന ഗണത്തിൽ പെടുന്നതാണ്. ഹിഡൻ ക്യാമറ എന്ന് പറയുന്ന ഇഷ്യൂ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ നിരന്തരം പത്രത്തിൽ വായിക്കുന്നതാണ്. ഇതൊക്കെ വയലേഷൻ ഓഫ് പ്രൈവസിയിൽ പെടുന്നതാണ്. And last one, dissemination of obscene material. അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ അശ്ലീല ഫോട്ടോസ് പ്രചരിപ്പിക്കുക, അതിന്റെ പ്രചാരകരാവുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഹാസ് പ്രൊവൈഡ് എ മീഡിയം ഫോർ ദ ഫെസിലിറ്റേഷൻ ഓഫ് ക്രൈംസ് ലൈക്ക് പോണോഗ്രഫി. The distribution and posting of obscene material is one of the important cyber crimes today. ഇന്റർനെറ്റിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് പുതിയതായിട്ട് തുടങ്ങുക, അതിലൂടെ അശ്ലീല വീഡിയോസ് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് അയക്കുക, ഇങ്ങനെയുള്ള പോൺ വീഡിയോസ് ഒക്കെ അയക്കുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോണോഗ്രഫി ഓൺ ഇന്റർനെറ്റ് മേ ടേക്ക് വേരിയസ് ഫോംസ്. പലതരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇതിൽ വരുന്നത്. ഇറ്റ് മേ ഇൻക്ലൂഡ് ഹോസ്റ്റിംഗ് വെബ്സൈറ്റ് കണ്ടെയ്നിങ് പ്രൊഹിബിറ്റഡ് മെറ്റീരിയൽസ്. അതായത് പ്രൊഹിബിറ്റഡ് മെറ്റീരിയൽസ് പ്രചരിപ്പിക്കുക, അത് അപ്ലോഡ് ചെയ്യുക, വീഡിയോസ് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് അയക്കുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അങ്ങനെ 5 തരത്തിലുള്ള സൈബർ ക്രൈംസ് ആണ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വലിൽ നമ്മൾ പഠിച്ചത്. ആദ്യത്തെ സൈബർ ക്രൈം എന്ന് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്,
വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസെമിനേഷൻ ഓഫ് ഒബ്സ്സീൻ മെറ്റീരിയൽ. ഇത്രയാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് ഉള്ളത്. ദെൻ സൈബർ ക്രൈംസ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, മൊബൈൽ OS, ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് പോയിന്റിൽ വരുന്നത്. വളരെ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.